ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ തന്നെ അധ്യാപകർക്കൊക്കെ ഏകദേശം ഒരേ പീരീഡുകൾ ഉണ്ടാവും, ഡ്യൂട്ടികളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് രണ്ട് നിലക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ? ഒന്ന് മഹാ ഉഴപ്പോടു കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഒരു കാര്യവും പറഞ്ഞാൽ ട്രാൻസ്ഫോമർ പോലെയാണ് ചില ആൾക്കാർ, അപായം എഴുതിയ ചിഹ്നമുണ്ടല്ലോ. അതേമാതിരി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചെല്ലുമ്പോൾ തന്നെ എന്നോട് പറയണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബലം പിടിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ എത്രത്തോളം അധ്വാനിക്കാൻ പറ്റുമോ അത്രയും അധ്വാനിക്കുന്ന നിഷ്കളങ്കരായ എത്ര അധ്യാപകരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മാസം കൂടുമ്പോൾ ഇവർ രണ്ടുപേരും ജോയിൻ്റ് ഡേറ്റ് ഒന്നാണെങ്കിൽ ഒരേ ശമ്പളമല്ലേ രണ്ടാൾക്കും കിട്ടുന്നത്? ഈ ആത്മാർത്ഥതമായി അധ്വാനിച്ച അധ്യാപകരിൽ പ്രത്യേക ഒരു ശമ്പളവും ഉഴപ്പിയ ആൾക്ക് വേറെ ശമ്പളം അല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഈ ആത്മാർത്ഥത അളക്കാൻ ഇവിടെ ഒരു രംഗത്തും, അധ്യാപന രംഗത്ത് മാത്രമല്ല എവിടെയും സംവിധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുള്ളൂ ജീവിതമെങ്കിൽ ഈ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകൾക്ക് എന്ത് വിലയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? ജീവിതം ഒന്നേ ഉള്ളൂവെങ്കിൽ കണ്ണില്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേൾവിയില്ലാത്ത ആളുകളുടെ സ്ഥിതി എന്താണെന്ന് നോക്കൂ. ചേരിപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു സുഖം അനുഭവിക്കാനുള്ള ലോകം എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസമുള്ള ഒരു നാള് എന്നാണ് വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് എവിടെ നിന്നാണ് അവർക്ക് നീതി കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച ആ കിരാതന്മാർക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കാൻ ആർക്കാണ് സാധിച്ചത്? കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന ഒരാളെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു പ്രാവശ്യമല്ലേ കൊല്ലാൻ കഴിയുള്ളൂ. അതിന് സമാനാവൂലല്ലോ അയാൾക്ക് കൊടുത്ത ശിക്ഷ. എന്താ ഈ നാട്ടിൽ സംവിധാനം ഉള്ളത്? ഫലസ്തീനിലും ലെബനോനിലും ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പിടഞ്ഞു വീഴുന്ന നിരപരാധികളുടെ സ്ഥിതി എന്താണ്? ഒരു ജീവിതമേ ഉള്ളൂ എങ്കിൽ അവരുടെയൊക്കെ സ്ഥിതി എന്താണ്?